അമ്മൂട്ടി, ഇന്നത്തോടെ അമ്മൂട്ടിയുടെ സങ്കടം ഞാൻ മാറ്റും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേന് ചില സാഹചര്യങ്ങളിൽ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോകാറില്ലേ? ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെയാണല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ ദേഷ്യപ്പെട്ടു പോകും. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിലും പറയൂല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ്. അങ്ങനൊന്നുമില്ല, ഞാൻ പറയാറൊക്കെ ഉണ്ട്, സോറിയൊക്കെ പറയാറുണ്ട്. മീൻസ് അതായത് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സംഭവം നടക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു യാത്ര തുടങ്ങി അവസാനം വരെ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എന്നാ ഒരു മനസ്സിനൊരു സുഖമാണ്. ഇനി അത് എൻ്റെ ഭാഗത്താണ് അതിനകത്ത് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കും. അപ്പം അതാണ് നടക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഞാനങ്ങ് മാറ്റി കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അതായത് ഇവക്ക് അവസരം തന്നെയാണ് അമ്മൂട്ടി. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് പറഞ്ഞാലും നീ അതിന് നല്ല രീതിയിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. നല്ല ആംഗ്രി റിയാക്ഷൻ തന്നു. ആംഗ്രി റിയാക്ഷൻ തന്നു. നോ ഇഷ്യൂ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവള് ഇന്ന് ഫുൾ കലിപ്പായിരിക്കും. അമ്മൂട്ടി, നീ ഇപ്പോൾ റെഡിയാണോ? ഓക്കെ, എന്നാൽ നമ്മുടെ കൂടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരെയും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ കലാപരിപാടി ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി പോവാണേ. ഇവിടം തൊട്ട് നീ ഫുള്ള് റിയാക്ട് ചെയ്തോ. ആംഗ്രി റിയാക്ഷൻ, ഐ ഹാവ് നോ പ്രോബ്ലം. ഓക്കെ, തുടങ്ങാം. അമ്മൂട്ടി അഭിനയിച്ച് തുടങ്ങി കേട്ടോ. എന്ത് പരിപാടി? ഞാൻ എന്ത് പരിപാടിയാണ്, നിനക്കെന്താ? ഓഹോ, അപ്പൊ ഇപ്പൊ അങ്ങനെയൊക്കെ ആയി. എനിക്ക് ചായ വേണമായിരുന്നു. നിനക്ക് കൈയില്ലേ? എനിക്ക് കൈ ഉണ്ടെങ്കിലും ഞാൻ എന്തിനാ നിന്നെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ കെട്ടിന്ന് വിചാരിച്ചിട്ട് നീ ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇതെന്ത്? ചായ താടി വേണേ, നിനക്ക് കൈ ഉണ്ടല്ലോ, നിനക്ക് അനട്ടി കുടിക്കാം. ആണ് നമ്മളെ ഗാർഗി മോള് വരുന്നത്. ഗാർഗിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണ്ടേ? അത് നീ അപ്പൻ. ഞാനാണ് അപ്പൻ. എടി എന്താടി ഇങ്ങനെയൊക്കെ? നമ്മൾ ഇന്നലെ പഠിച്ച മറ്റേ റീല് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? റീല് പഠിച്ചിട്ട് നീ തന്നെ ചെയ്തോ. അപ്പൊ ഡയലോഗ്സ് നിന്നെ കുത്തിയിരുന്ന് പഠിപ്പിച്ചതോ? ആര് പഠിപ്പിച്ചു? ഞാൻ പഠിപ്പിച്ചേ. എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നീ ഒറ്റയ്ക്ക് തന്നെ സ്കിറ്റ് ആക്കുന്നു, നീ തന്നെ അഭിനയിക്കുന്നു, എന്നോടൊന്നും മിണ്ടുന്നുമില്ല, പറയുന്നുമില്ല. ഓഹോ, അപ്പൊ അങ്ങനെ. എന്നാ പോട്ടെ, പോവാനും വരാനൊക്കെ നിക്കട്ടെ. അപ്പൊ ഇന്നെന്താ ഫുഡ്? നൈറ്റ് ഫുഡ് എന്നാ ചെന്ന് നോക്ക്, ചട്ടിയിലുണ്ടോ. ഇന്ന് വല്ല കഴിക്കാനാക്കണ്ടേ? കഴിക്കാൻ നിനക്ക് സാധനം വല്ലതും മേടിക്കണ്ടേ? സാധനം നീ അടുക്കളയിലെ കാര്യങ്ങൾ അറിഞ്ഞ് കേട്ട് മേടിക്കണം. ഓഹോ, ഇപ്പഴങ്ങനെ എന്റെ കാര്യങ്ങൾ നോക്കാൻ അപ്പൊ ആരും ഇല്ല. ഞാൻ വേറൊരു പെണ്ണ് കേട്ടാ. പെണ്ണ് കെട്ടിക്കോ. നീ മറ്റേ സ്ത്രീലമ്പടനല്ലേ? ഗാർഗി ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. ടിൻചനോടാ സംസാരിക്കുന്നെ, നീ പോയി ശരിയാവ. നീ ഫസ്റ്റ് നന്നായിട്ട് അത് വിട്. നിന്നോട് രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞു, നീ അത് ചെയ്തായിരുന്നാ? എന്നോട് പറഞ്ഞത് ഞാനെങ്കിൽ ഞാൻ ചെയ്യൂല. ഞാൻ ചെയ്യത്തില്ല. നമ്മുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റ് ഒക്കെ പറയുമ്പോ ചെയ്യാ. ഇതെന്ത് അമ്മൂട്ടി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ ഇവിടെ നിനക്കെന്നതാ ഇത്? വെറുതെ ഇവിടെ നോക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എവിടെ നിക്കണം എവിടെ നിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ല നീയല്ല. നീ എനിക്ക് ഈ മുറ്റൊക്കെ ഒന്ന് അടിച്ചിട്ടായിരുന്നെങ്കിൽ ഇത്രയും ചെടികളൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. നിനക്ക് ഇച്ചിരി വെള്ളം വെയില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിനക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ എന്താ കുഴപ്പം? വെള്ളം ഈ തണുപ്പത്തല്ലേ വെള്ളം. അല്ല അമ്മൂട്ടി, നീ ഇങ്ങോട്ട് വാ. ഞാൻ വരൂല. ദേഷ്യപ്പെട. നീ എന്തിനാ എന്നെ കൊണ്ടുപോകാൻ നോക്കുന്നത്? ഇങ്ങോട്ട് വാ, ഞാൻ പറയട്ടെ. നടക്കത്തില്ലേ? എന്റെ കൂടെ നടക്കാനും നീ ഇല്ല. അപ്പൊ ഇല്ല, എന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ അത് വേണേ ഞാൻ വേണേ വരാം. അപ്പൊ അതിന് അവക്ക് പറ്റും അല്ലേ? ഓ, അപ്പൊ ഇതിനകത്ത് നീ കുറച്ച് ആങ്കർ വിട്ടു. ഇതിനകത്ത് കുറച്ച് ആങ്കർ വിട്ടു. അമ്മൂട്ടി, എന്നോട് കൂട്ടുകൂടുവോ? ഇല്ല. അയിന്തി നിനക്ക് എന്തിനാ കൂട്ടൊക്കെ? നിനക്ക് കൊറേ ആൾക്കാരുണ്ടല്ലോ, അവര് കൂട്ടുകൂട്. ചേട്ടാ, എനിക്കങ്ങനെ ആരുമില്ല. നീ കൂട്ടുകെട്ടുണ്ട്. ആര്? എനിക്കൊരു കൂട്ട്, എനിക്ക് ആകെ കൂട്ടുകാരി നീ. അയ്യാ, എന്തേ? നിന്റെ വാട്സപ്പില് കൊറേ ഞാൻ കൂട്ടുകാരികളെ കണ്ടായിരുന്നു. ഇതൊക്കെ അപ്പൊ എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് നീ അറിയാത്ത അങ്ങനത്തൊന്നും ഇല്ല. എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചാടിച്ചാവും. ഹലോ മോളെ, നീ എന്നോട് കലിപ്പോ? ഓക്കെ, എന്റെ വണ്ടിയിൽ എന്തിനാ ചാരി നിൽക്കുന്നത്? ഇവിടെ ഞാൻ ഇരിക്കുന്നത്. ഇവിടെ നീ ഒരുപാട് വട്ടം യാത്ര ചെയ്തിട്ടില്ലേ?
ഇതാ നിന്റെ വണ്ടിയല്ല എൻ്റെ വണ്ടി. ഇത് എന്റെ വണ്ടിയാ. നീ എന്തിനാ ഇതിനകത്ത് ഇപ്പൊ ചാരി നിൽക്കുന്നത്? എന്നാ ഞാൻ ചാരി. അല്ല അവിടെ നിക്കി, കാര്യം പറഞ്ഞിട്ട് പോ. ഇത് എനിക്ക് ശ്രീധനായി തന്ന വണ്ടി. നിനക്ക് ശ്രീധനോ? അങ്ങനെ ഒരു ധനമൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. എനിവേ എന്ന് ഈ വണ്ടിയിൽ ചാരി നിൽക്കുന്നവർ എപ്പോഴായാലും ഈ വണ്ടി തൂക്കും തുടക്കുകയും നല്ല വൃത്തിക്ക് സൂക്ഷിക്കണം. അത് നിന്റെ ഉത്തരവാദിത്വം. അവനവന് വണ്ടി ഓടിക്കുന്ന ആള് വേണം അതൊക്കെ സൂക്ഷിക്കാൻ. പിന്നെ ഈ അന്തസ്സായിട്ട് ചാരി നിൽക്കുന്നുണ്ടോ? എനിക്ക് എവിടെ ചാരണം എവിടെ ചാരണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇവളുടെ ആക്ഷൻ കണ്ട, അഭിനയ കുലപതി. അതിനെന്തിനാ കഴിഞ്ഞ് സീൻ കഴിഞ്ഞ് ഇവളിനകത്ത് ജീവിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് മതി 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 ക്യാരക്ടർ ഇത് ശരിക്കും ഇവളുടെ റിയൽ ആണ് കേട്ടോ. ഉള്ളിൽ നിന്ന് വന്ന കുറെ കാര്യങ്ങളാണ്, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ തുറന്നൊക്കെ സംസാരിച്ചു. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറെ പേര് പറയാം എന്റെ ഹസ്ബൻഡ് അങ്ങനല്ല, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ കുറച്ച് അവസരങ്ങൾ തന്നിരുന്നെങ്കിൽ എനിക്ക് തീർക്കായിരുന്നു എന്ന് ചിന്തിക്കുമായിരിക്കും. ഇത് എത്രത്തോളം വർക്കൗട്ട് ആയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവളുടെ സ്ഥായി ഭാവമാണ് ഒരു ചെറിയൊരു ദേഷ്യം. അപ്പം അത് അവൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റായില്ലേ? ഞാൻ അഭിനയിച്ചോണ്ട് സെറ്റായെന്ന് അതെനിക്കറിയത്തില്ല, അത് വീടല്ലേ പറയണ്ടേ. എങ്കിലും കൊള്ളാം, സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആരാ ഓവർ ആക്ട് ചെയ്തെന്ന് പറയണം? ഇത് സംഭവം എല്ലാരും പറയും ഞാൻ തന്നെയാണ് ഓവർ ആക്ട് ചെയ്യുന്നത്. കാരണം ഞാനിങ്ങനെ പുറകെ പോയി ചോദിക്കാറൊന്നും ഇല്ല. ഞാൻ ഫുൾ ജാടയായിരിക്കും അവിടെ ഇടുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവള് ജീവിച്ചു കേട്ടോ, അല്ലേ? ലൈവായിട്ട് അങ്ങോട്ട് ജീവിച്ചു. മനസ്സിലുള്ള സാധനങ്ങളെല്ലാം പുറത്തു വന്നില്ലേ? ഒരു ആശ്വാസം കിട്ടിയില്ലേ? ഇനി ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തേ, ഇടയ്ക്കൊരു മോട്ടിവേഷൻ. എനിവേ അമ്മു നല്ല രീതിയിൽ എന്താ പറയുക, അവളുടെ ആംഗ്രി റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ട് വളരെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുക്കുക, അല്ലെ? അതെ, ഇടക്കിടക്ക് മഴയില്ലാത്തപ്പോഴും മഴയുള്ളപ്പോഴും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, അല്ലേ? ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം, ബൈ.